Okay, ഇന്ന് question 6, 7, 8 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question number 6. X, Y, and Z were partners in a firm sharing profits in the ratio of 3:2:1. The firm closes its book on 31st March every year. Y died on 30th June 2024. On Y's death, goodwill of the firm was valued at 60,000. Y's share in the profit of the firm till the date of his death was to be calculated on the basis of previous year's profit, which was 1,50,000. Past journal entries for goodwill and Y's share of profit at the time of his death. Y died on 30th June. So, book close ചെയ്തിട്ട് 3 months. April, May, June. 3 months ആണ്. 3 months കഴിഞ്ഞപ്പോൾ Y died. So, goodwill of the firm തന്നിട്ടുണ്ട് 60,000. ഈ 60,000 ഷെയർ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി വരാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ ആദ്യം ഡിസീസ്ഡ് പാർട്ട്ണർ, അതായത് വൈന്റെ ഗുഡ്വില്ലിന്റെ ഷെയർ കണ്ടുപിടിക്കണം. വൈന്റെ ഷെയർ 2/6 ആണ്. സോ വൈന്റെ ഷെയർ ആദ്യം കണ്ടുപിടിക്കണം. 2/6. സോ വൈന്റെ ഷെയർ 20,000 ആണ്. ഇത് ഗെയിനിങ് പാർട്ട്നേഴ്സായ എക്സും സെഡും അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഗെയിനിങ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പം ഗെയിനിങ് റേഷ്യോ 3:1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഗെയിനിങ് റേഷ്യോ 3:1. ഈ 20,000 ബൈന്റെ ഷെയർ 3:1 റേഷ്യോയിലാണ്. 3:1 റേഷ്യോയില് എക്സും സെഡും കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ 20,000 to 3/4. 15,000 സെഡും 5,000 സെഡും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ക്വസ്റ്റ്യൻ പറയുന്നത് ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ്. അതിന്റെ ജേർണൽ എൻട്രി വരാം. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. വൈക്ക് ടോട്ടൽ 20,000 വരാം. എക്സ് 15,000 കോൺട്രിബ്യൂട്ട് ചെയ്യും. സെഡ് 5,000 കോൺട്രിബ്യൂട്ട് ചെയ്യും. ഷെയർ ഓഫ് ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു വൈസ് അക്കൗണ്ട്. അടുത്തത് വൈ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ടിൽ ഹിസ് ഡേറ്റ് ഓഫ് ഡെത്ത്. മരിക്കുന്ന വരെയുള്ള പ്രോഫിറ്റ് വാസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവന്റെ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 1,50,000 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വൈന്റെ ഷെയർ, പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം 1,50,000 മൾട്ടിപ്ലൈഡ് ബൈ 3/12. ബുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോഴാണ് വൈ മരിക്കുന്നത്. സോ അതിന്റെ ഷെയർ ആദ്യം ടിൽ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് കണ്ടുപിടിക്കണം. സോ ആദ്യം 1,50,000 മൾട്ടിപ്ലൈഡ് ബൈ 3/12 കണ്ടുപിടിക്കാം. 3/12 എന്ന് പറഞ്ഞാൽ ബുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം 3 മാസമാണ് വൈ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അപ്പം ടിൽ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്, അതായത് 3/12 എത്രയാണ് പ്രോഫിറ്റ് വരാന്ന് കണ്ടുപിടിക്കണം. സോ ഇറ്റ് ഈസ് 37,500. അപ്പൊ 3 മാസം ഇതായിരിക്കും. 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് 37,500 ആയിരിക്കും. ഇനി ഈ 37,500 ഹോൾ പ്രോഫിറ്റ് ആണ്. ഇതിൽ നിന്നും വൈന്റെ ഷെയർ കണ്ടുപിടിക്കണം. അതായത് 2/6 which is equal to 12,500. ഇത് ഹോൾ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് 3 മാസത്തേക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചപ്പോൾ ഹോൾ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണിത്. അതിൽ നിന്നും വൈന്റെ ഷെയർ ആണ് 12,500 കണ്ടുപിടിച്ചു. ഇതാണ് വൈക്ക് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഷെയർ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം വൈന്റെ മരണത്തിന് ശേഷം കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. സോ ഇത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. So if the profit sharing ratio of the continuing partner does not change,
ആണെങ്കിൽ ഡസ് നോട്ട് ചേഞ്ച് ആണെങ്കിൽ ജേണൽ എൻട്രി വരാം P&L suspense account debit, profit and loss suspense account debit to deceased partner's capital account. Profit ആണെങ്കിൽ ലോസ് ആണെങ്കിൽ deceased partner's capital account debit to P&L account. ഇവിടെ പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ ജേണൽ എൻട്രി വരാം P&L profit and loss suspense account debit to Y ആണ് deceased partner Y's capital account. Amount is 12,500. Y's share of profit transferred to his account. Okay, that's all. അടുത്തത് question number 7. P, R and S are in partnership sharing profits for by 8, 3 by 8 and 1 by 8 respectively. It is provided in the partnership deed that on the death of any partner, his share of goodwill is to be valued at 1/2 of the net profit credited to his account during the last 4 years completed. എന്നുവെച്ചാൽ കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ഹാഫാണ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. അപ്പം 6 died on 1st April. The profit of the firm for the last 4 years തന്നിട്ടുണ്ട്. ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നില്ല. സോ ആർ ഇസ് ദ ഡിസീസ്ഡ് പാർട്ട്ണർ. ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ഷെയർ 3/8 ആണ്. അപ്പം ഗുഡ്വിൽ ആണ് കണ്ടുപിടിക്കുന്നത്. ഗുഡ്വിൽ ഓഫ് ദ ഫേം. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഹാഫ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 4 years എന്നാ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 4 yearsന്റെ പ്രോഫിറ്റിന്റെ ടോട്ടൽ ആദ്യം എടുക്കാം. 1,20,000, 80,000, 40,000 and 80,000. ഇത് ടോട്ടൽ ചെയ്യാം. 16, 22. 3,20,000 ആണ് കഴിഞ്ഞ 4 കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ്. ഇനി ഇതിന്റെ ഹാഫാണ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. സോ മൾട്ടിപ്ലൈഡ് ബൈ 1/2 which is equal to 1,60,000. So goodwill of the firm is 1,60,000. ഇനി ഇതില് ആറിന്റെ ഷെയർ എന്താന്ന് കണ്ടുപിടിക്കാം. 1,60,000 multiplied by 3/8 which is equal to 60,000. 60,000 ആണ് ആറിന്റെ ഷെയർ. ആറിന്റെ ഷെയർ ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയ പിയും എസും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഗെയിനിങ് റേഷ്യോനെ പറ്റി ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഗെയിനിങ് റേഷ്യോ 4:1 തന്നെയാണ്. സോ 4:1 റേഷ്യോയില് പിയും എസും കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ 48,000 and 12,000 ആണ് വരിക. ജേണൽ എൻട്രി വിൽ ബി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഗെയിനിങ് പാർട്ട്ണർ പിയും എസും ആണ്. പി's capital account debit, S capital account debit to R's capital account. 48,000, 12,000 and total is 60,000. R's share of goodwill contributed by S and P. Okay, that's all. വേറെ ഒന്നും ഈ ക്വസ്റ്റ്യനിലില്ല. ഓക്കെ, അടുത്ത question number 8. P, Q, R were partners in a firm sharing profits in the ratio of 3:2:1. P died and new profit sharing ratio of Q and R was agreed to be equal. On P's death, goodwill of the firm was valued at 60,000. Pass the necessary entries for the treatment of goodwill under the following condition. When goodwill does not exist in the book of account and when goodwill exists in the book of account. First one, when goodwill does not exist in the books of account, അതായത് existing goodwill ഇല്ല, അപ്പം goodwill of the firm distribute ചെയ്യാനുള്ളൂ. Goodwill of the firm is 60,000. ഇതിൽ നിന്നും deceased partner അതായത് പിന്റെ ഷെയർ ഓഫ് goodwill കണ്ടുപിടിക്കണം. Multiply by 3/6 equals 30,000. ഈ 30,000 ഗെയിനിങ് റേഷ്യോയില് ഗെയിനിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആദ്യം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. സോ ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ന്യൂ മൈനസ് ഓൾഡ്.
സോ ക്യൂവിൻ്റെ ആറിൻ്റെയും ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ക്യൂവിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് 1/2 മൈനസ് ഓൾഡ് ഇസ് 2/6. LCM 6 ആണ്, ഇൻറ്റു 3 which is equal to 3 minus 2/6. So 1/6, and R the new profit sharing ratio is 1/2 minus old is 1/6. Denominator same ആക്കണം. 3 minus 1/6 which is 2/6. So gaining ratio is 1:2. So ഈ goodwill 1:2 റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. Q and R 10,000 and 20,000. അതിൻ്റെ journal entry വരാം. Gaining partners capital account debit to deceased partners capital account. Q's capital account debit. R's capital account debit to P's capital account. 10,000, 20,000 and 30,000. Next one, B, the A. Now B. When goodwill exists in the books of account 30,000. So existing goodwill is, when existing goodwill is given, existing goodwill is 30,000. Existing goodwill 3 പാർട്ട്നേഴ്സിനും ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ 15,000, 10,000 and 5,000. P, Q and R. സോ അതിൻ്റെ ജേർണൽ എൻട്രി വരാം. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് to P's capital account to Q's capital account and to R's capital account. Goodwill is 30,000. Existing goodwill written off. അതാണ് particulars വരാം. സോ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റിട്ടൺ ഓഫ്. എന്റെ കേസിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ തന്നിട്ടില്ല, അപ്പം ഗുഡ്വിൽ ഓഫ് ദ ഫേം മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ബിന്റെ കേസിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിലും തന്നിട്ടുണ്ട്, ഗുഡ്വിലും തന്നിട്ടുണ്ട്, രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ പിന്നെ ഓൾറെഡി ചെയ്തതുകൊണ്ട് പിന്നെ ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾ.